മിഥുൻ അയ്യപ്പനിലേക്ക് വീണ്ടും എത്തുകയാണ്. മിഥുൻ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്വാഭാവികമായ നിയമ നടപടികളാണ് അവിടെയും നടക്കുന്നത്, ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. കേരളത്തിൽ 3 വർഷങ്ങൾക്ക് മുൻപ് എപ്രകാരമാണോ നടന്നിരുന്നത് ആ കേസിലാണല്ലോ ഇന്ന് 2 കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ആ വാർത്തയാണ് മിഥുൻ പങ്കുവച്ചത്. എന്തായാലും അതുപോലെയുള്ള സ്വാഭാവികമായ നിയമ പ്രക്രിയകൾ തന്നെയാണ് അവിടെയും നടക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നടന്നപ്പോൾ അത് വലിയ രീതിയിൽ വിവാദമായിരുന്നില്ല. ഒരു ചൈൽഡ് ലേബറിൻ്റെയും അതുപോലെ തന്നെ ബാലവേലയുടെയും അവരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വിവിധ സംഭവങ്ങൾ സംശയിച്ചുകൊണ്ട് നടത്തിയ ഒരു ഇടപെടൽ, ആ ഇടപെടലിനെ തുടർന്ന് റെയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെ ചുമത്തുന്നു, മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു. പക്ഷേ 3 വർഷങ്ങൾക്ക് ശേഷം അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ഈ ഘട്ടത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിക്കാതെ എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോവുകയും ഒടുവിൽ പ്രോസിക്യൂഷൻ്റെ ആരോപണങ്ങളെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ തന്നെ കഴിയാതെ വന്നപ്പോൾ അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ജാമ്യ വ്യവസ്ഥകളോടെ ആ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുകയും ചെയ്തതാണ് ഉണ്ടായത്. സമാനമായിട്ടുള്ള നിയമ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലും നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഈ വിവാദമാകുന്നത് രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും അത് അടുത്തിടെ തന്നെ ഇതിൻ്റെ വിധി വന്നിരുന്നു എന്നുള്ളതും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വിവിധ രീതിയിൽ മുതലെടുപ്പ് നടത്തുന്നവർക്ക് അവരുടെ രാഷ്ട്രീയം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധിന്യായം. മിഥുൻ, എന്ന് മാത്രമല്ല ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ പത്രം മാതൃഭൂമി ഈ വാർത്ത, ജാർഖണ്ഡിലെ വാർത്ത വന്ന ദിവസം റിപ്പോർട്ട് ചെയ്തത് അത് മറ്റു മാധ്യമങ്ങളും വന്ന് പിന്നീട് നൽകിയിരുന്നു. കാരണം ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ പോലീസിന് നൽകിയ മൊഴി ഞങ്ങളുടെ സമ്മതപ്രകാരമല്ല ഇവർ കൊണ്ടുവരുന്നത് എന്നാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, അതും അത്രത്തോളം സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവർ. പിന്നെ എന്തായിരുന്നു ഒരു നിയമ സംവിധാനം, ഒരു സർക്കാർ, പോലീസ് ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്ന ചോദ്യം കൂടി. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ കടുപ്പമായിരുന്നു ഛത്തീസ്ഗഡിലുണ്ടായ സംഭവത്തിൽ എന്ന് നമുക്ക് വ്യക്തമാണ്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, മതമാറ്റം നടക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിൽ കുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴിയും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടവും പോലീസും ചെയ്യേണ്ട നടപടികൾ അവിടെ ഉണ്ടായി. പക്ഷേ അത്തരത്തിൽ മറിച്ചുള്ള വാദങ്ങളുണ്ടെങ്കിൽ അത് നടത്താനുള്ള അവസരവും അതെല്ലാമാണ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിലെ സംഭവത്തിലാകട്ടെ കൃത്യമായി ഇത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ തുടർന്ന് ഇത്തരത്തിൽ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുക തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്ന സമാന നീക്കങ്ങൾ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുണ്ടായിരുന്ന